ആക്ലാബ് ടോക്സിൻ്റെ പുതിയൊരു സെഗ്മെൻ്റാണ് ഹാൾ ഓഫ് ഫെയിം. ആക്ലാബിൻ്റെ വർക്ക്ഷോപ്സ്, റെഗുലർ ബാച്ചസ് അല്ലെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ് കഴിഞ്ഞ് പുതിയ സിനിമകളുടെ ഭാഗമായിട്ടുള്ള ആക്ടേഴ്സിനെ പരിചയപ്പെടുത്തുന്നതിനും അവരെ ഫെലിസിറ്റേറ്റ് ചെയ്യുന്നതിനും അവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണിത്. ആക്ലാബ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ശിവ, എൻ്റെ പേര് പാർവതി. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ആസ് എൻ ആക്ടർ നമ്മൾ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരുന്നതിന് മുൻപേ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിട്ട് വരേണ്ടത്? ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചിലപ്പോൾ സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് പോകണമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ടെക്നിക്സ് ഉണ്ടോ? സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫിലിം ലൊക്കേഷനിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോൾ തുടക്കം സമയമാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രിപ്പയർഡ് ആവുന്നത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ മനോഹരമൊക്കെ ചെയ്യുന്ന ടൈമിൽ സ്ക്രിപ്റ്റ് നമുക്ക് നേരത്തെ തരും, ഒരു ക്യാമ്പ് നമുക്ക് വെക്കും, അപ്പോൾ റിഹേഴ്സൽസ് ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ ദൃശ്യം ലാസ്റ്റ് ചെയ്ത സമയത്തൊക്കെ നമുക്ക് സെറ്റിൽ എത്തിയിട്ടാണ് സ്ക്രിപ്റ്റ് തരുള്ളൂ. കാരണം ഇത്രയും ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് ഒരു മൂവിയാണ്, ഈ സ്ക്രിപ്റ്റ് വേറെ എവിടെയും കൊണ്ട് വെക്കാനൊന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് സെറ്റിൽ എത്തിയിട്ടാണ് നമുക്ക് സ്ക്രിപ്റ്റ് തരിക. അപ്പോൾ അതും വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു തുടക്കം സമയത്ത് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുന്നത് നല്ലതാണ്. ആസ് എ ബിഗിനർ നമുക്കിപ്പോൾ തലേദിവസം തന്നെ അടുത്തെങ്കിലും സ്ക്രിപ്റ്റ് മേടിച്ച് അത് കുറച്ച് റിവേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ വായിച്ച് പഠിച്ച് അറ്റ്ലീസ്റ്റ് ലൈൻസ് എങ്കിലും പഠിച്ചു വെക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും എനിക്ക് തോന്നി. പക്ഷെ പിന്നെ പോകുന്നതോറും പഠിക്കാതെ കുറച്ചുകൂടി ഇംപ്രവൈസ് ചെയ്യാനൊക്കെ എളുപ്പം സ്ക്രിപ്റ്റ് അപ്പോൾ പോയി വായിക്കുന്നു. അല്ലെങ്കിൽ ഹോൾ സ്ക്രിപ്റ്റിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഡയലോഗ്സ് നമുക്ക് അപ്പോൾ തരുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇംപ്രവൈസ് ചെയ്യുമ്പോൾ ഒക്കെ. പക്ഷെ ആ ഇംപ്രവൈസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്ക് തുടക്കത്തിൽ ഇങ്ങനെ ചെയ്താണല്ലോ വരുന്നത്. അപ്പൊ തുടക്കത്തിൽ എപ്പോഴും കുറച്ച് പ്രിപ്പയർ ആയിരിക്കുന്നത് നല്ലതാണ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ ദൃശ്യം 3 ജേർണലിസ്റ്റ് ആണല്ലോ. അപ്പോൾ ജേർണലിസ്റ്റ് എസ്പെഷ്യലി ഇപ്പോഴത്തെ ജേർണലിസ്റ്റ് ഒക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂസിൽ കാണുമ്പോഴും അല്ലെങ്കിൽ ഇപ്പൊ പാപ്പരാസീസ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകളുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ഒരു മിക്സ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കാരണം ഇവര് ജോർജ് കുട്ടിയുടെ പിറകെ നടക്കുവാണ്. അപ്പൊ ഒരു ജേർണലിസ്റ്റിന്റെ ബോഡി ലാംഗ്വേജ് വരരുത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് നിൽക്കുന്ന അത് ഒരു എന്താ പറയാ ഒബ്സർവേഷനിൽ നമുക്ക് വരുന്ന കുറച്ച് സാധനങ്ങളല്ല. ഇപ്പൊ നമ്മൾ കുറെ ജേർണലിസ്റ്റിനെ കണ്ടിട്ടുണ്ട്, ആ ജേർണലിസ്റ്റിൽ നിന്ന് മാറി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നു. എന്നാൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന ഇതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ എസ്പെഷ്യലി ഇപ്പൊ ഫിലിംസിൽ ആൾക്കാർ കുറച്ചുകൂടെ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടാണ് എല്ലാ പെർഫോമൻസസും ആൾക്കാർക്ക് കുറച്ചുകൂടി ഇഷ്ടം. കാരണം ഇത് ഒരു എന്താ പറയാ ചില ക്യാരക്ടേഴ്സിന് എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഓക്കെ, അല്ലാത്ത ക്യാരക്ടേഴ്സിന് ആൾക്കാർക്ക് കുറച്ചുകൂടെ നമ്മുടെ ചുറ്റും കാണുന്ന ആൾക്കാരായിട്ട് അപ്പൊ കുറച്ചുകൂടെ കണക്ട് ആവും. എനിക്ക് തോന്നുന്നു ഒബ്സർവേഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്ന് മാനറിസംസ് നമുക്ക് വേണമെങ്കിൽ മാറ്റാം, ചില മാനറിസംസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് അവരുടെ കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്ത് നമ്മുടെ കുറച്ച് ഇതുണ്ടാവില്ല, നമ്മുടെ ബേസിക് മാനറിസംസും കൂടെ വെച്ചിട്ട് അപ്പൊ അതിനൊരു ഫ്രഷ് ഫീൽ വരുന്നത്. അപ്പൊ ഒബ്സർവേഷൻ ഒരു ഭയങ്കര വലിയ ഫാക്ടറാണ്. ഹലോ മാം, ദൃശ്യം 3 ആ ഒരു സൈക്കോളജിസ്റ്റിന്റെ റോൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ടൈപ്പ് ഓഫ് റീസെർച്ചും സ്റ്റഡി വല്ലതും ചെയ്തിട്ടാണോ ആ റോൾ ചെയ്തത്? ദൃശ്യം 2 ആണ് എൻ്റെ ആദ്യത്തെ സിനിമ. അതിലും ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, ഡോക്ടർ രഞ്ജിനി തന്നെയാണ്. പക്ഷെ അതൊരു സീനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ദൃശ്യം 3 അങ്ങനെ ഒരു ക്യാരക്ടർ എക്സ്പാൻഷൻ ഉണ്ടാവുന്ന നമുക്ക് ഒരു ഐഡിയ ഇല്ല. ആസ് യൂഷ്വൽ ആശീർവാദ് മൂവീസിന്റെ കൂടെ എൻ്റെ 4ാമത്തെ സിനിമയാണ് ദൃശ്യം 3. അതിലെ പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പണിക്കർ സാർ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിദ്ധുവേട്ടൻ പറഞ്ഞു, ഇനി 5 ദിവസത്തെ ഷൂട്ടുണ്ട്, ചിലപ്പോൾ അത് 6-7 ദിവസം ആവും എന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മളത് അസ്യൂം ചെയ്യുന്നതാണ് ഇത് സൈക്കോളജിസ്റ്റിന്റെ, കാരണം ദൃശ്യത്തിലെ ക്യാരക്ടേഴ്സ് ഒന്നും മാറുന്നില്ലല്ലോ, അപ്പോൾ സെയിം ആയിരിക്കും എന്ന് വിചാരിച്ചാണ്. സെറ്റിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് സ്ക്രിപ്റ്റ് തരുന്നത്. ദൃശ്യം 3 ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് ഇതിന്റെ സ്ക്രിപ്റ്റ് ഒരു കാരണവശാലും ലീക്കായി പോകരുത് എന്നുള്ളത് കൊണ്ട് അസോസിയേറ്റ്സ് തന്നെ അവർ കൊണ്ട് നമ്മുടെ സ്ക്രിപ്റ്റ് കാണിച്ചിട്ട് അവർ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകും. നമുക്ക് സ്ക്രിപ്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. നോർമലി നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത് വെക്കാം, നമുക്ക് ടേക്ക് ആകുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ അങ്ങനെ, കാരണം അതിൻ്റെ ഒരു മുമ്പിലൊരു സീക്വൻസും അതിന് ശേഷമുള്ള ഒരു സീക്വൻസും അതിൽ എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് അവരത് എന്താണ് പറയുക, ഒരു ട്വിസ്റ്റ് പോലും മിസ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ജിത്തു സാർ ഭയങ്കര കൂളായിട്ടുള്ള ഒരാളാണ്. നമ്മളോട് പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻസ് ഒന്നും തരത്തില്ല. സുഖാണോടോ, പുതുവേലിക്കാരി എന്നാ വിളിക്കാം നമ്മളെ, സുഖാണോ ആണ്. അപ്പൊ അടുത്ത സീൻ പറയും, നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. അതിനകത്ത് പിന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ അഭിനയിക്കാം, ഒരു കറക്ഷൻസും ഇല്ല. പൊസിഷൻ
അല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം സാറിന് തോന്നിയാലല്ലാതെ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ചെയ്യാം. അതുകൊണ്ട് ഒരു പ്രിപ്പറേഷനും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഒരു ഐഡിയ ഇല്ല. അവിടെ ചെല്ലുമ്പോഴാണ് ഇതാണ് സീൻ, നമുക്ക് നാളത്തെ നമുക്കറിയാൻ പറ്റില്ല. പിറ്റേ ദിവസം ചെല്ലുമ്പോഴാണ് നമ്മളോട് പറയുള്ളൂ. അവിടെ നമുക്ക് അറിയാനേ ഉണ്ടായിരുന്നില്ല. കിട്ടിയതുപോലെ അഭിനയിച്ചതാണ്. ഹായ് അമീർ ഷാ. ഹായ് ബ്രോ. എനിക്ക് അമീർ ഷായോട് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ അമീർ ഷാ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ക്വാളിറ്റിയുള്ള കണ്ടൻസ് ചെയ്യുന്ന ഒരു പോപ്പുലറായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഇപ്പോൾ ദൃശ്യം 3യിലേക്ക് ഒരു നല്ല റോള് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഈ ദൃശ്യം 3യിലേക്ക് താങ്കൾ എത്തിയത്? അതുപോലെ തന്നെ എന്താണ് താങ്കൾ റീൽസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടന്റ് ചെയ്യുമ്പോൾ ഈ സിനിമയിൽ ചെയ്യുന്ന അഭിനയത്തിൽ എന്തെങ്കിലും വ്യത്യാസം എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? അതിനെപ്പറ്റി ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതായത് ഫസ്റ്റ് ഞാൻ ദൃശ്യം 3യിലേക്ക് എത്തിയതിൻ്റെ ഇത് പറയാം. ഞാൻ ജിത്തു സാറിൻ്റെ അസോസിയേറ്റ് മാർട്ടിൻ ചേട്ടൻ്റെ ദൃഢം എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു സീൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ടാണ് ജിത്തു സാറ് എന്നെ ഇതിലേക്ക് ദൃശ്യത്തിലേക്ക് വിളിക്കുമ്പം ഒരു ചെറിയ പരിപാടിയാണ്, 3 ദിവസത്തെ പരിപാടി. സിദ്ധാർത്ഥൻ ചേട്ടനാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം 3 ദിവസത്തെ പരിപാടിയാണ് എന്ന് പറഞ്ഞു. അപ്പം ഇന്ന പോലെയാണ് കാര്യങ്ങൾ. അതായത് മാം പറഞ്ഞ പോലെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. നമുക്ക് അന്ന് ചെയ്യേണ്ടത് എന്താണോ അതിനെ പറ്റിയിട്ടൊരു ബ്രീഫ് തരും. നമുക്ക് ആ ഒരു സ്ക്രിപ്റ്റ് അപ്പോൾ വായിക്കാൻ തരും. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് പറയത്തക്ക ഡയലോഗ്സോ കാര്യങ്ങളോ അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ റീലിൽ നിന്നും സിനിമയിലേക്ക് വരുമ്പം റീല് കുറച്ചും കൂടെ നമുക്ക് എന്താ പറയണ്ടേ, നമ്മൾ കുറച്ചുകൂടെ കാണിക്കണം. അവിടെ കുറച്ചുകൂടെ ചെയ്താലേ അത് ആളുകളിലേക്ക് എത്തുള്ളൂ. കാരണം ഈ 3 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റിൽ ഒതുങ്ങുന്ന ചെറിയൊരു വെർഷൻ ഓഫ് പരിപാടിയാണല്ലോ. അപ്പം നമുക്ക് അത്രയും വലിയൊരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റിനോ അങ്ങനത്തെ ഒരു സമയം നമുക്ക് കിട്ടാറില്ല. പിന്നെ അങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ അതിൽ വരുത്താറുണ്ട്. അതാണ്, അത്രേ ഉള്ളൂ. ഹായ്, എൻ്റെ പേര് ടിനു. എൻ്റെ ചോദ്യം കെവിൻ ചേട്ടനോടാണ്. ചേട്ടൻ അഭിനയം എന്ന് പറയുന്നത് പാഷനായിട്ടാണോ അതോ ഒരു പ്രൊഫഷനായിട്ടാണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഒരു വലിയ നടനൊന്നുമില്ല. ഇതെൻ്റെ ഒരു 3ാമത്തെ സിനിമയാണ്. ആദ്യമായിട്ടാണ് ഒരു ഡയലോഗുള്ളൊരു സീന് കിട്ടുന്നത്. പക്ഷേ ഇത് ഞാൻ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നു 3 തവണ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ അന്ന് മുതലുള്ള എൻ്റെ ആഗ്രഹമാണ് ഒരു നടനാവണം എന്നുള്ളത്. പക്ഷേ എല്ലാവരും നമുക്കിങ്ങനെ അവസരങ്ങൾ തരില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ എന്നുള്ള ഇതെല്ലാം ഞാൻ കാണിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് അവസരങ്ങൾ കിട്ടും. പക്ഷേ കുറച്ച് നെർവസ്. അതാണ് എനിക്ക് സാറിൻ്റെ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ധൈര്യം. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ധൈര്യമാണ് വേണ്ടത്. നമ്മൾ ആക്ടറാണ്. ഒരു സ്റ്റേജ് ആക്ടിംഗ് എന്ന് വരുമ്പോൾ നമ്മൾ ഉള്ളിലൊരു സാധനം കയറി കഴിഞ്ഞാൽ സ്റ്റേജ് നമുക്ക് കംപ്ലീറ്റ് ആക്ട് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷേ അതേസമയം ഇത് ഷോർട്ട് കട്ട്, പിന്നെ രണ്ടാമതും അവിടെയുള്ള ആൾക്കാരുമായിട്ടുള്ള മിങ്കിളിങ്, അതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ, ഇപ്പോൾ നിങ്ങളെല്ലാം പ്രായത്തിൽ എനിക്കത് കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ചെയ്യുക, എനിക്ക് പ്രൊഡ്യൂസറായിട്ട് വരാം. ജസ്റ്റ് ഒരു തോട്ട്. പക്ഷേ എങ്ങനെ പ്രൊഡ്യൂസർ ആവും? വീട്ടിൽ 5 രൂപേൻ്റെ വാടക തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. പക്ഷേ എൻ്റെ ഡ്രീമിൽ വരും, ഞാൻ അങ്ങനെ വരും എന്നുള്ളൊരു സംഭവം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അതിനിടയിൽ ബിസിനസ്സിൽ ഭയങ്കര ഇൻവോൾവായി. അങ്ങനെ ഞാൻ മൊത്തത്തിൽ മറന്നുപോയി. വിദേശത്ത് ഓസ്ട്രേലിയ, സീഷൽ, മൗറീഷ്യസ് ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു. അങ്ങനെ വളർന്നു. പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ ആയി. പിന്നെ എൻ്റെ ഉള്ളിൽ ഇതൊന്നും അല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചത് എന്നുള്ളൊരു സാധനം വന്നു. എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 8 വർഷം മുമ്പ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് അവസരങ്ങൾ, കുറച്ച് സിനിമ ഫീൽഡ് എന്താണെന്ന് പഠിക്കാൻ തുടങ്ങി. ഷോർട്ട് ഫിലിം നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പൈസ ഇറക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഒന്നിലും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ഞാൻ കണ്ടുമുട്ടുന്ന ആൾക്കാരൊന്നും അങ്ങനെ എന്നെ യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. നിന്നെ നായകനാക്കാം. ഞാൻ പറഞ്ഞ് എനിക്ക് നായകനാവണ്ട, എനിക്കൊരു ക്യാരക്ടർ റോൾ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ളത് ഫിൽട്ടർ ചെയ്ത് വരുമ്പോഴേക്കാണ് ഞാനൊരു 2022 സമയത്തിൽ സാറിനെ പരിചയപ്പെടുന്നതും അങ്ങനെ കുറച്ച് ജെന്യൂൺ ആയിട്ടുള്ള കുറച്ച് ടീമുമായിട്ട് സാറിലൂടെ ഒക്കെ കണക്ട് ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ അതുവരെ എനിക്ക് കുറേ മണി ലോസായി. ഒന്നും കണക്റ്റഡ് അല്ല. കാരണം പലരും എൻ്റെ അടുത്ത് വരുന്നത് ലാസ്റ്റ് റൗണ്ടിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ സപ്പോർട്ടിനാണ്. അപ്പോൾ എനിക്ക് ക്യാരക്ടർ പല പടങ്ങളും ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഫണ്ട് ഇട്ടെന്നല്ലാണ്ട് എനിക്ക് ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ല. കാരണം അവർ ലാസ്റ്റ്, അപ്പോൾ എനിക്ക് സഹതാപം തോന്നും. ഐ ലവ് സിനിമ. അപ്പം വിചാരിച്ച രീതിയിൽ അതിൻ്റെ ഒരു പാർട്ട് അവർക്ക് ചെയ്യാനും പറ്റിയില്ല. അപ്പം അതെനിക്ക് വളരെ ലോസായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചത് കഴിഞ്ഞു, ഇനിയിപ്പം നമുക്ക് ഇത്രയൊക്കെ ട്രൈ ചെയ്തിട്ട് ലാസ്റ്റ് എൻഡാണ്, ഇനിയിപ്പോൾ അത് വിട്ടേക്കാം, ഇത്രയും വയസ്സൊക്കെ ആയില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ കംപ്ലീറ്റ്ലി പിന്നെ അധികം ഞാൻ ട്രൈ ചെയ്യലും കാര്യങ്ങളൊന്നുമില്ല. അപ്പം പിന്നെയാണ് ഈ ദൃശ്യത്തിൻ്റെ ഈ ഒരു സാധനം വന്നപ്പോൾ ഷാജിയേട്ടൻ വിളിച്ചു പറഞ്ഞാൽ പിന്നെ അതിൽ അധികം പ്രസ് ചെയ്യൽ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇത് ബസ് സ്റ്റോപ്പ് ബേസിസിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ ഞാൻ ചെറിയ ഡയലോഗ്സൊക്കെയാണ്. അപ്പം അവിടെ ഞാൻ മനസ്സിലാക്കിയൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയറില്ല. ജസ്റ്റ് ഇവർ വിളിച്ചു,
ഞാൻ പോയി ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് അവിടെ വളരെ കൂളായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി തയ്യാറായി. അപ്പം അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി അവിടെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത റോൾസ് വരും. 3 പേരുടെ ബസ് സ്റ്റോപ്പിൽ 3 പേര് റോളുണ്ട്. അപ്പോൾ ഷാജുവിന് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണ്. അപ്പോൾ ആ ബേസിസിൽ അത് വളരെ അട്രാക്റ്റീവായി. അത് കൂടെ ഉള്ളത് നമ്മളെ ഹൈദരാലി റിപ്പോർട്ടർ ചാനലിലൊക്കെ ഉണ്ടായിരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള, പിന്നെ വേറൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 65 കൺട്രീസിൽ ആദ്യമായിട്ട് ഈ പടത്തിനെ കൊണ്ടുപോയിട്ടുള്ള ഓവർസീസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഒക്കെ ചെയ്യാനൊക്കെ പറ്റി. ഷാജുവിൻ്റെ കൂടെയും ചെയ്യാൻ പറ്റി. പക്ഷെ വളരെ കൂളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ആ ഒരു ഫിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഡയലോഗ് സീൻസ് 1 ഷോട്ടിൽ തന്നെ ജിത്തു സാർ വളരെ കൂളായിട്ട് എൻ്റെ അടുത്ത്. പിന്നെ ജിത്തു സാറായിട്ട് ഭയങ്കര കമ്പനിയായി. കാരണം എനിക്ക് ഭയങ്കര മിസ്സായി. ഞാൻ ഇത്രയും ഇതായിട്ട് നടക്കുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ പുള്ളിയായിട്ട് നല്ല ക്ലോസ് ആയി. അപ്പോൾ ഇറ്റ്സ് ഓൾ ഗോഡ് മെയ്ഡ്. അതായത് ഗോഡ് വിൽ ഡിസൈഡ് വെൻ യു ഷുഡ് ബിക്കം ആൻ ആക്ടർ. അതേപോലെ ആ ഒരു ചെറിയ സാധനമാണ്. ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് പറയുമ്പോൾ ഞാൻ ചെറിയ സാധനമില്ല, ഞാൻ ചെറിയ സർ നിങ്ങൾ ചെയ്തു. ഫ്രണ്ട്സ് ആണെങ്കിലും വിളിച്ചിട്ട് നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ട്, ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങളെല്ലാം അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ആക്ട് ചെയ്ത സാധനം. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയ സാധനം ചെയ്യാൻ പറ്റി. ഇപ്പം കുറച്ച് അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. ഇതാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും അതിനെ പാഷനായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് വാങ്ങിക്കില്ല. ഞാൻ ആക്ട് ചെയ്താൽ അതിൽ റെമ്യൂണറേഷനും വാങ്ങിക്കില്ല. കാരണം ദൈവം എനിക്ക് ഒരു സോഴ്സ് തന്നിട്ടുണ്ട്. അത് തരാത്തൊരു സിറ്റുവേഷനിൽ ചിലപ്പോൾ വാങ്ങിക്കുമായിരിക്കാം പിന്നീട്. ഇറ്റ്സ് മൈ ഇൻറ്റൻഷൻ. താങ്ക് യു.